ഹായ് ഫ്രണ്ട്സ്, ഇത് ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൾസർ സുനിക്ക് ഒരു സ്ത്രീയുടെ കോൾ വന്നിരുന്നു. ആ സ്ത്രീ ആരാണെന്ന് റിവീൽ ആയിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കഷൻ നടത്തണം. അതിനൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരുപാട് പേരെ ഞാൻ റിവീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ എല്ലാവരും കാണണം. അതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പ്രതികളുടെ ഈ 6 പ്രതികളുണ്ടല്ലോ അവരുടെ കുറച്ച് വോയിസുകളും അത് പറഞ്ഞതിന് ശേഷം ഈ സ്ത്രീയുടെ കാര്യം നമുക്ക് വെളിപ്പെടുത്താം കേട്ടോ, ആരാണെന്ന്. ഓക്കെ, രണ്ടാം പ്രതി മാർട്ടിൻ പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം കേൾക്കാം. ആ വോയിസ് ആദ്യം കേൾക്കാം. ഷൂട്ട് ചെയ്യുമ്പോൾ പൾസർ സിനിമ നടിയുടെ ഡ്രൈവർ അവിടെ വെച്ച് പ്രൊഡ്യൂസർ അനൂപും ജീൻ പോളും ഇവര് തമ്മിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഈ കേസിൽ ഉള്ളതെന്ന് പറയുന്നത്. പൾസർ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് നടന്ന വീഡിയോസ് ആണ് ഉള്ളത്. അല്ലാതെ അന്നത്തെ ദിവസം വണ്ടിയിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റേപ്പ് നടന്നിട്ടില്ല. അതിന്റെ വെറുതെ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഇവര് സൃഷ്ടിച്ചതാണ്. അല്ലാതെ സത്യസന്ധമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ അതായത് ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തിയുണ്ടല്ലോ, ഈ പൾസർ സുനി ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, സാഹസികത ചെയ്യുന്ന സമയത്ത് ഈ കാർ ഓടിച്ച് സഹായിച്ച വ്യക്തിയാണ് മാർട്ടിൻ. അവൻ പറയുന്ന വാക്കാണ്, അവൻ്റെ ചെപ്പയ്ക്ക് അടിക്കണ്ടേ. അവൻ പറയാണ് പൾസർ സുനി അങ്ങനെ ചെയ്തിട്ടില്ല. ഇവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ മറ്റേ ഹണി ബി 2 അത് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്രേ. ഈ അതിജീവിത, അതുപോലെ തന്നെ ഈ ലാലിൻ്റെ മകൻ, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിൽ നിന്ന് കുറേ ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഇവൻ എന്താ വേണ്ടത്? അപ്പോൾ അതിജീവിതം നുണ പറയുകയാണോ? ഒരു പെണ്ണിൻ്റെ മാനത്തെക്കുറിച്ച് ഒരിക്കലും ഒരാൾ നുണ പറയുകയില്ല. അപ്പോൾ ഇവനെ അടിക്കണം ആദ്യം പിടിച്ചിട്ട് കേട്ടോ. വണ്ടി ഓടിച്ചിട്ട് എല്ലാത്തിനും കൂട്ടു നിന്നവനാണ് അവൻ കണ്ട് ആസ്വദിച്ചവനാണ്. എന്നിട്ട് അവൻ അഭിനയിച്ച് എൻ്റെ ലിംഗത്തിൽ അവർ ചവിട്ടി എന്ന് പറഞ്ഞ് അഭിനയിച്ച് മെഡിക്കൽ ഇതിന് പോകണം എന്ന് പറഞ്ഞ് ലാലിൻ്റെ വീട്ടിൽ കിടന്നവനാണ്. അപ്പോൾ ഇവൻ ആരുടെ ഡ്രൈവറാണെന്നറിയോ? നമ്മുടെ ലാലിൻ്റെ മകൻ്റെ ഡ്രൈവറാണ് ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അവൻ പറയുന്ന വോയിസ് നമ്മൾ കേട്ടല്ലോ. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ ഇത് എപ്പോൾ നടന്നു എന്ന് ആർക്കും അറിയില്ല കേട്ടോ. എന്താണ് നടന്നത്? മെഡിക്കൽ എക്സാമിനേഷൻ 3 മണി വരെ നടന്നിട്ടില്ല എന്ന് നമ്മുടെ MLA സാറ് പറയുന്നുണ്ട്. പുലർച്ചെ 3 മണി വരെ, 7 മണിക്കാണ് ഈ കൃത്യം ചെയ്തത്. പുലർച്ചെ 3 മണി വരെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടത് ഇത്രയും വൈകിച്ചു എന്നറിയില്ല. അത് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇനി വിജീഷ് എന്ന് പറഞ്ഞ ഒരു പ്രതി ഉണ്ടല്ലോ, അവന് കണ്ണൂർ തന്നെ കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സാഹസികൻ, അവൻ്റെ ഒരു വോയിസ് നമുക്ക് കേട്ട് നോക്കാം. ദിലീപിനെ വ്യക്തിപരമായി ഉദ്ദേശിച്ചുണ്ടാക്കിയ കള്ളക്കേസാണ് ഈ കേസ്. കേസിൽ ദിലീപിന്റെ പേര് പറഞ്ഞാൽ തന്നെ മാപ്പസാക്ഷിയാക്കാമെന്ന് റൂറൽ SP ആയിരുന്ന AV ജോർജ് ഉറപ്പ് നൽകിയിരുന്നതായാണ് മറ്റൊരു പ്രതിയായ വിജീഷിന്റെ ആരോപണം. കേസിൽ ആലുവ SP AV ജോർജ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ കേസിൽ ദിലീപിനെതിരെ മൊഴി കൊടുത്ത മാപ്പസാക്ഷിയാക്കും എന്റെ അടുത്ത് പറഞ്ഞു. കേസിലെ പ്രധാന തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട അഭിഭാഷകരുടെ വിടുതൽ ഹർജിയിൽ വിധി പറയുന്നത് ഈ വിജീഷിന്റെ വോയിസിൽ കുറച്ചൊക്കെ സത്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും പോലീസുകാർ, ഇപ്പോൾ അവിടുത്തെ SP അങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്, പോലീസുകാരെല്ലാവരും കൂടി ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. ഈ 6 പ്രതികൾക്കെതിരെ ഒരു എന്താ പറയുക അണ്ണു വീട് അവർ ചലിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ഇത്രയും കുറഞ്ഞ ശിക്ഷ അവർക്ക് കിട്ടിയത്. ഫസ്റ്റ് പ്രതിയായ പൾസർ സുനിക്ക് കിട്ടിയത് എത്രയാണ്? ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട്. അപ്പോൾ ദിലീപിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ദിലീപിൻ്റെ പേര് ഇവർ പറയുകയാണെങ്കിൽ അവരൊക്കെ മാപ്പുസാക്ഷിയാക്കാന്ന് പറയുന്നത്. ചെയ്ത ആൾക്കാരെ മാപ്പുസാക്ഷിയാക്കാന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കി വെക്കൂ. അപ്പോൾ ഇവരുടെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇനി കത്തെഴുതി എന്ന് നമ്മുടെ പൾസർ സുനി കത്തെഴുതി എന്ന് പറയുന്നു. അത് പൾസർ സുനിയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തെളിയിക്കപ്പെട്ടു. അപ്പോൾ തെളിയിച്ചപ്പോൾ ആ എഴുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ, എഴുതിയ ആൾ വിപിൻ. ആ വിപിൻ പറയുന്ന വോയിസ് നമുക്കൊന്ന് കേട്ടോക്കാം കേട്ടോ. കേട്ടല്ലോ. ഇപ്പൊ വിപിൻ പറയുന്നതാണ്, ജയിലധികൃതർ പറഞ്ഞിട്ടാണ് ഞാൻ കത്തെഴുതുന്നത്, ദിലീപിന് എതിരെ എഴുതാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ മാപ്പുസാക്ഷികളൊക്കെ അങ്ങനെ വിപിൻ്റെ ഇതാണ് കേട്ടോ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ വിജീഷ്, വിപിൻ, മാർട്ടിൻ എല്ലാവരും പറയുന്നത് ഈ പോലീസുകാർ ഇവരെ ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചു. ഈ പോലീസുകാരെ ധരിപ്പിക്കാൻ എന്താ കാരണം? പോലീസുകാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അതിനെതിരെ എന്താണ് ഒരു വലിയ തല പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അവർ കണ്ടുപിടിക്കില്ല, കേരള പോലീസിനെ കണ്ടുപിടിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? കേരള പോലീസ് അവരുടെ കൈപ്പിടിയിലാണ്. ഈ പിന്നിൽ നടന്ന ആ മുഖ്യൻ്റെ കൈപ്പിടിയിലാണ്. മുഖ്യൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ല, ഈ തല, ഗൂഢാലോചനയുടെ തല, അതാണ് അവരുടെ കൈപ്പിടിയിലാണ് കേരള പോലീസ്. അതുകൊണ്ട് അവരൊരിക്കലും ഇത് തെളിക്കില്ല എന്ന് ഉറപ്പാണ്. ഇനി പൾസർ സുനിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? മൊഴി മാറ്റി പറയുന്ന ഒരാളാണ്. ആദ്യം ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ എന്താണ്? ഇതൊരു കൊട്ടേഷനാണ്, ഇതൊരു മേഡത്തിൻ്റെ കൊട്ടേഷനാണ്, മേഡം എന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വിളിച്ചതാരാ?
വിളിച്ചതാരാ? വിളിച്ച വ്യക്തിയെ നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ് ആരാണെന്ന്. അപ്പോൾ ഇതാദ്യമേ തന്നെ സ്ത്രീ സാന്നിധ്യം ഉണ്ട് എന്ന് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് തെളിയിച്ചില്ല. കൃത്യം ചെയ്യുന്ന സമയത്ത് ഈ കൃത്യം ചെയ്യുന്ന സമയത്ത് ശ്രീലക്ഷ്മി എന്നൊരു സ്ത്രീയാണ് നമ്മുടെ ഇവൻ്റെ ഫോണിലേക്ക് ആരുടെ ഇവൻ്റെ പേര് വരെ അറിയുന്നില്ലല്ലോ, പൾസർ സുനിയുടെ ഫോണിലേക്ക് വിളിച്ചത്. അപ്പോൾ ഈ ശ്രീലക്ഷ്മി വിളിച്ചത് എന്തിനാണ് എന്ന ചോദ്യം നമ്മുടെ ജസ്റ്റിസ് ഇവിടെ ചോദിച്ചപ്പോൾ ഈ പോലീസ് എന്താ പറഞ്ഞെന്നറിയോ? പോലീസ് പറയാം അതൊരു പരിചയക്കാരിയാണ്, പൾസർ സുനിയുടെ ഒരു പരിചയക്കാരിയാണ്. കൃത്യം ചെയ്യുന്ന സമയത്തേ വിളിച്ച് സംസാരിക്കുന്നത് പരിചയക്കാരിയുടെ അടുത്താണല്ലോ അല്ലേ, എന്തുകൊണ്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് ബഹുമാനപ്പെട്ട ഹാനി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, അത് ജസ്റ്റ് അവർ തമ്മിൽ പരിചയമേ ഉള്ളൂ, അവരൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവർ ഇങ്ങനെയേ ഉള്ളൂ, അല്ലാതെ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാഡം ഉണ്ട് എന്ന് പറഞ്ഞവനാണ് ഇവൻ. ആ സമയത്ത് വിളിക്കുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അതൊരു മാഡം ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ പേര് മാറ്റിയ മാഡം ആയിരിക്കാം, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ മാഡം ആയിരിക്കാം. ആ മാഡത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? പോലീസിൻ്റെ കടമയാണ് അല്ലേ? എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല? ഇവരത് ചെയ്തില്ല, ആ തെളിവ് വെച്ചിട്ടില്ല. ഇങ്ങനൊരു ശ്രീലക്ഷ്മിനെ ഇവരൊരിക്കൽ പോലും കണ്ടിട്ടില്ല. നമ്മൾ സാധാരണക്കാരൊക്കെ ആയിരുന്നുവെങ്കിൽ ഇവർ നമ്മുടെ വീട്ടിൽ നിരങ്ങിയേനെ, പോലീസ് വന്ന് നിരങ്ങിയേനെ, ഒരു 500 വട്ടം വന്നേനെ. ഈ ശ്രീലക്ഷ്മി നമ്മൾ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ 500 വട്ടം വന്ന് ഈ ശ്രീലക്ഷ്മിനെ പൊക്കി കൊണ്ടുപോയി ഒരുപാട് തെളിയാത്ത കേസുകൾ മുഴുവൻ തലയ്ക്ക് വെച്ച് തന്നേനെ. അപ്പോൾ ഈ ശ്രീലക്ഷ്മി ആരാണ്? എന്തോ വമ്പൻ സ്രാവാണ്. അപ്പോൾ ഈ ശ്രീലക്ഷ്മി എന്ന പേര് ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെയിം ആവാനാണ് സാധ്യത കേട്ടോ. ഇനി നടി പ്രിയങ്കയുടെ ചെറിയൊരു വോയിസ് ഇതിൻ്റെ ഇടയിൽ ഒന്ന് വെക്കുന്നുണ്ട്. ആരും ചവിട്ടി തേക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എൻ്റെ വളർന്നു വരുന്ന മോനൊരു പുരുഷനാണ്, എൻ്റെ ഭർത്താവ് പുരുഷനാണ്, എൻ്റെ അച്ഛൻ പുരുഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ബഹുമാനപ്പെട്ട മാഡം ഹണി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് നെയിം ആണെങ്കിലും ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് അതിലേക്ക് എത്തിയില്ല? എന്തുകൊണ്ട് ആ തെളിവ് ഇവിടെ വെച്ചില്ല? ഇവരും ആ തെളിവുകളൊന്നും സംഭരിച്ചിട്ടില്ല. പിന്നെ എന്ത് തെളിവാണ് ഇവരെ കയ്യിലുള്ളത്? എന്ത് തേങ്ങയാണുള്ളത്? എനിക്ക് അത് തന്നെ ചോദിക്കാനുള്ളത്. എന്ത് തേങ്ങയാണ് ഇവരെ കയ്യിലുള്ളത്? ഒരു തെളിവും ഇല്ലാതെയാണ് ഇവർ കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ 50 വർഷം ആജീവനാന്തം ഒക്കെ കൊടുക്കണം പോലും. എങ്ങനെ കൊടുക്കും? ഒരു തെളിവില്ലാതെ ഒരാൾ ജസ്റ്റിസ് എങ്ങനെ കൊടുക്കുന്ന പറയുന്നത്? നിങ്ങൾ തന്നെ പറ. ഒരു തെളിവില്ലാതെ ഇത് വലിയ സുന്ദര പുരുഷനാക്കിയിട്ടാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, പുണ്യാളനാക്കിയിട്ട്. പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇനി നമുക്ക് നോക്കി കേട്ടോ. അടുത്തത് നമുക്ക് പറയാം, ലാൽ എന്ന നടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, പടത്തിന് വേണ്ടിയിട്ടോ അല്ല ഈ കുട്ടി അന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. അവർ വരുന്നത് ഈ രമ്യ നമ്പീശിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് വണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താണ് ഈ വണ്ടി. ആ വണ്ടിയിൽ പോയ ഡ്രൈവറാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആള്. എന്താണ് ഈ കേൾക്കുന്നത്? നമ്മൾ ഇത്ര നാളും കേട്ടിരുന്നത് ഈ കുട്ടി ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു സംഭവിച്ചതെന്ന് പറയുന്നത് അല്ലേ, വോയിസ് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് സംഭവിച്ചത്. ഇപ്പോൾ പറയുന്ന ആ കുട്ടി ജോലിക്ക് പോകുന്ന സമയത്തല്ല അത് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ വീട്ടിൽ ഏതൊരു കൂട്ടുകാരത്തിൻ്റെ രമ്യയുടെ ഒരു വീട്ടിൽ എടുക്കാനാണ് പോയിരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ കാറ് ചോദിച്ചു, എന്താ ഭാവനയ്ക്ക് കാറില്ലേ, കത്തി ചൊലിച്ച് നിൽക്കുന്ന ഭാവനയ്ക്ക് കാറില്ല, ഇവരുടെ കാറ് വേണം ചോദിച്ചു. ഞങ്ങൾ കൊടുത്തു. അപ്പോൾ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളാണ് എന്താണ് ഇവരുടെ ഒഫീഷ്യലി ആയിട്ടുള്ള ജോലിക്കല്ലാതെ പോകുന്ന സമയത്ത് ഇവരുടെ കാർ എന്തിന് പ്രൊവൈഡ് ചെയ്യണം? ഇനി ഇവരുടെ ഡ്രൈവർ എന്തിന് പ്രൊവൈഡ് ചെയ്യണം? ഏതൊരു മാർട്ടിന് കൊടുത്തു. ഒരാൾക്ക്, ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കാർ ഓടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഇവരെന്താ മന്ദബുദ്ധികളാണോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഷൂട്ടിന് വേണ്ടിയില്ല രമ്യയുടെ വീട്ടിൽ താമസിക്കാൻ പോയി വണ്ടി ചോദിച്ചപ്പോൾ കൊടുത്തു എന്നൊക്കെ പറയുന്നത് മുട്ടുന്യായങ്ങളാണ്. ഈ പ്രശ്നത്തിൽ ലാലിനെയോ മകനെയോ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ RC ഓണർ നമ്മളാന്ന് വിചാരിക്കും, നമ്മുടെ പേരിലുള്ള വണ്ടിയിൽ വെച്ച് ഇങ്ങനെ ഒരു കൃത്യം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട ഒരു കഞ്ചാവ് വെച്ച് ഒരു ചെറിയൊരു പാക്കറ്റ് ഒരു കഞ്ചാവ് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിച്ച വ്യക്തിനെ മാത്രമാണോ പ്രശ്നത്തിൽ വിളിച്ചയക്കുക? ഒരിക്കലുമല്ല. നമ്മുടെ RC ഓണർ ആരാണോ അവരെ 100 വട്ടം അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് നമ്മുടെ പേരിലാണ് കേസ് എടുക്കുക അല്ലേ? അങ്ങനെയല്ലേ സാധാരണ? എന്തുകൊണ്ട് നമ്മുടെ ലാലിൻ്റെ മകൻ്റെ പേരിലുള്ള ഈ കാറിൽ ഈ കൃത്യം നടന്നിട്ട് ആ കാർ ഒരു തൊണ്ടി മുതലായിട്ട് എടുത്തിട്ട് പോലുമില്ല. ആ കാറ് അവർ യൂസ് ചെയ്യാണ്, തൊണ്ടി മുതലായി എടുത്തിട്ടില്ല. ആ കാറിൽ നടന്ന സംഭവങ്ങളൊന്നും വിവരിച്ചിട്ടില്ല, കാറിനെ ഇവർ ചെക്ക് ചെയ്തിട്ടില്ല, വെറുതെ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് അവർ പോയി പോലും. ഇപ്പം തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ മകനെയോ ലാലിനെയോ ഈ ഓണറെ ആരും വിളിപ്പിക്കാതെ ഈ മാർട്ടിനെ തന്നെ പിടിച്ചു. അതിലെന്ത് സ്വാഭാവികതയുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ബുദ്ധിയില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്താണ് ഈ പറയുന്നത്? നമുക്ക് സാധാരണ ഒരു കൊച്ചു കുട്ടി, ഒരു 10 വയസ്സായ കുട്ടിക്ക് പോലും ഇതറിയാൻ പറ്റും, ഈ ഒരു സംഭവം അറിയാൻ പറ്റും. എന്നിട്ട് എന്തുകൊണ്ട് പോലീസുകാർ ഇതറിഞ്ഞില്ല? ഈ ശ്രീലക്ഷ്മിയെ ക്വസ്റ്റ്യൻ ചെയ്തില്ല, ലാലിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല, ലാലിൻ്റെ മകനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല? ഒരു വോയിസ് കൂടി കേൾക്കൂട്ടോ.
സമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കി കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ വന്ന ഫ്ളാറ്റ്. കേട്ടല്ലോ, എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിച്ചില്ല? ഇതും പ്രതികൾ തന്നെയാണ്. പ്രതികൾ പറയുന്നത് പൾസർ സുനി പറഞ്ഞ അപ്പം തന്നെ കത്തെഴുതിയപ്പോൾ തന്നെ ദിലീപിനെ പിടിച്ച് പൊക്കി അകത്തിട്ടു, അല്ലെ, ഒരു തെളിവുമില്ലാതെ. പക്ഷേ ഇവരൊക്കെ പറഞ്ഞ പ്രതികൾ ആരാണ്? മഞ്ജു വാര്യർ, ശ്രീകുമാർ മേനോൻ, ലാലിൻ്റെ മകൻ, ശ്രീലക്ഷ്മി. ഇത്രയും കഥാപാത്രത്തെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇങ്ങനെ ആരോപിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ഈ ഫ്ലാറ്റ് അവിടെ ഉണ്ടോ, ആരാണ് മേടിച്ചു കൊടുത്തത്, ഇതൊക്കെ നോക്കണം. മുംബൈയിൽ ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നു. മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോനും ആണെന്ന് പറയുന്നു. അവർ രണ്ടുപേരും പിന്നീട് അത് ഒടിയം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർ തെറ്റിയിട്ടുണ്ട്. പക്ഷെ തെറ്റിയാലും പുറത്ത് വരാത്തതാണെങ്കിലോ, കാരണം രണ്ടുപേരും ഇൻവോൾവഡ് ആണെങ്കിൽ പിന്നെ ഒരാൾ പുറത്തേക്ക് വിടില്ലല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർ തെറ്റിയാലും ശ്രീകുമാർ പുറത്തേക്കിട്ടാൽ മഞ്ജു വാര്യർ കുടുങ്ങും, മഞ്ജു വാര്യർ പുറത്തിട്ട് ശ്രീകുമാർ കുടുങ്ങും, രണ്ടുപേരും ഒരുമിച്ച് കുടുങ്ങും, അല്ലേ? അതുകൊണ്ടാണെങ്കിലോ പോലീസ് എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല? ഇവരെയും അന്വേഷിച്ചില്ല. ഇവർക്ക് എന്താണ്, ദിലീപ് ചെയ്തു എന്ന് തന്നെയായിരിക്കണം. എന്തുകൊണ്ട് ഈ ആരോപണങ്ങളൊന്നും ഇവർ അന്വേഷിച്ചില്ല? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ലാലിൻ്റെ വോയിസ് ഒന്നുകൂടി കേൾക്കാട്ടോ. അവിടെ പോയി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ നിന്ന് ഓടിച്ചു വിടല്ലേ അവനെ എന്നിട്ട് ഓടിച്ചെന്നപ്പോൾ അവനെ വഴി കൂടി നടന്നു പോവുക. അപ്പം ഞാൻ അവിടെ പോയിട്ട് അവനെ ഓടിച്ചിട്ട് പിടിച്ച് ഞാനും എൻ്റെ ഡ്രൈവറും കൂടി പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട്. ഇവർ പിന്നാലെ പോയി ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ് പറയുന്നത്. കുറേ നേരം 3 മണി വരെ അയാൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അയാൾ പോയത്. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അയാൾ. ആ സമയത്ത് പിന്നാലെ ചെന്ന് ഓടിച്ചിട്ട് പിടിക്കേണ്ട ആവശ്യം എന്ത്? അപ്പോൾ അവർ തന്നെ പേഴ്സണലായിട്ട് അതിന് കൈമാറാനാണോ, എന്തെങ്കിലും പറയാനായിരുന്നോ അവിടെ ചെന്ന് പിടിച്ചത്? അങ്ങനെ പിടിക്കേണ്ട ആവശ്യകത ഇവരുടെ ഡ്രൈവറല്ലേ? ഈ ഡ്രൈവർ ആരാന്നറിയില്ലേ? സ്വന്തം വാഹനം ആരാന്നറിയാത്ത ഒരാളുടെ കയ്യിലാണോ കൊടുത്തു വിടുന്നത്? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലേ? ഇതൊക്കെ നമ്മൾ നിയമം പഠിക്കാത്ത നമ്മൾക്ക് പോലും, ഏത് കുട്ടികൾക്ക് പോലും അറിയാവുന്ന സംഭവമാണ്. ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല? എന്നിട്ട് മാഡം, നമ്മുടെ ജസ്റ്റിസ് മാഡം അല്ലെങ്കിൽ ഹണി മാഡം വിധിച്ചത് തെറ്റായിപ്പോയി, ഇങ്ങനെ ഇന്ത്യയിൽ മാത്രമേ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പഴിച്ചാരിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ചിരിയാണ് വരുന്നത് ഇതൊക്കെ കേട്ടിട്ട്. ഇനി നമ്മുടെ MLA സാർ, മരിച്ചുപോയ MLA സാറ്, അതുപോലെ ലാലും കൂടിയുള്ള മൊഴികൾ, അതൊന്നും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. രണ്ടുപേരും 2 വ്യത്യസ്ത മൊഴികളാണ്. ആരാണ് ഇതിൽ സത്യം, ആരാണ് നോണ എന്ന് നമുക്കറിയില്ല. നമുക്ക് കേട്ടു നോക്കാം. മാർട്ടിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്, ഇല്ലെങ്കിൽ മാർട്ടിൻ ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മാർട്ടിനെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം എന്നൊരു തരത്തിലേക്കായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഒരു നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ കാര്യവും നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റും. തോമസിലായിരുന്നു. അപ്പം താൻ തന്നെയല്ലേ വണ്ടി ഓടിച്ചെന്ന് ചോദിച്ചു. വണ്ടി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് വണ്ടി ഇടിച്ചതെന്ന് വേണ്ടി ഇയാൾക്കാക്കാൻ. അപ്പോൾ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഈ നടിയെ രക്ഷിക്കണമെന്നോ ഈ സംഭവം പുറത്തറിയിക്കണമെന്നോ താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അപ്പോൾ ഏകദേശം ഇയാൾ സംസാരിച്ചതനുസരിച്ച് അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കളമശ്ശേരിക്കും എടപ്പള്ളി വരെ മറ്റോ ഇയാൾ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഇവരുടെ അടുത്ത് പോയി, നടിയുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇയാൾ പുറത്തിരിക്കുന്നത് കാണാം. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പം നമ്മളോട് സംസാരിച്ച ഭാവമൊന്നും അല്ല ഇയാളുടെ മുഖത്ത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ് ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് അപ്പോൾ അയാളുടെ ഫോൺ മേടിച്ചു. ഓക്കെ, അപ്പോൾ തോമസ് സാർ പറഞ്ഞിട്ടാണ് പോലീസ് പിടിക്കുന്നത് എന്ന് MLA തോമസ് സാർ പറഞ്ഞിട്ട് കഴിഞ്ഞു, അല്ലേ? എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞു. പോലീസ് അപ്പോൾ അയാളുടെ ഫോൺ മേടിച്ചു, അയാളെ പിടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ലാല് പറയുന്നത് നോക്കൂ കേട്ടോ. അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണെന്നോ അറിയില്ല, അഭിനയം ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ. കേട്ടല്ലോ. അപ്പോൾ ആരാണ് പിടിച്ചു കൊടുത്തതെന്ന് ഇപ്പോഴും ക്ലിയർ അല്ല. തോമസ് സാർ പറയുന്നു തോമസ് സാറാണ് പിടിച്ചു കൊടുത്തതെന്ന് പറയുന്നു. ലാല് പറയുന്നു ലാലാന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഇത് സത്യം നിലയ്ക്ക് വേണ്ടി തോമസ് സാർ ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ അത് അവിടെ വെച്ച് മുങ്ങിപ്പോയി. ഇനി നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, പ്രേക്ഷകരുടെ കാര്യം നോക്കാം. നമുക്ക് ദിലീപിനെ പിടിക്കണമെന്നോ, മഞ്ജു വാര്യറെ പിടിക്കണമെന്നോ, ശ്രീലക്ഷ്മിയെ പിടിക്കണമെന്നോ, ലാൽ എന്ന വ്യക്തിയെ പിടിക്കണമെന്നോ, രമ്യയെ പിടിക്കണമെന്നോ, ഈ ശ്രീലക്ഷ്മി എന്ന വ്യക്തി രമ്യയാണോ, ലാലിൻ്റെ വൈഫാണോ, മഞ്ജു ആണോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് എന്താണ്, നമുക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടിയാൽ മാത്രം മതി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൊരുതേണ്ടത്. അല്ലാതെ ഈ പോലീസുകാർക്ക് ഒരു വ്യക്തിയെ മാത്രം പിടിച്ച് അയാളെ കുറ്റക്കാരനാക്കണം എന്ന് വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യുകയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയുണ്ട്. നമ്മൾ മാഫിയയിൽപ്പെട്ട ആൾക്കാരാണ്, നമ്മൾ പോലീസിൽപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് ദിലീപിനോട് വൈരാഗ്യമുണ്ടോ, മഞ്ജുവിനോട് വൈരാഗ്യമുണ്ടോ, എന്നാൽ ശ്രീലക്ഷ്മിയോടുണ്ടോ? ആരോട് നമുക്ക് വൈരാഗ്യമില്ല, ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് യഥാർത്ഥ പ്രതിയെ പിടിക്കണം എന്നേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ മാഫിയക്കാർ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനൊരു ചിന്ത നമുക്കില്ല, അല്ലേ? അപ്പം എത്രയും പെട്ടെന്ന് അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി CBI തന്നെ ഈ സംഭവം ഏറ്റെടുക്കണം. എത്രയേ ഉള്ളൂ.